ഇന്ന് നമുക്ക് ഒരു രസകരമായ പ്രേതബാധയുടെ കഥ പറയുന്ന സോ ഫ്രം സോ എന്ന കന്നഡ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു ദിവസം രാത്രി ആ ഗ്രാമത്തിലുള്ള ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ കഥാനായകനായ അശോക. പോകുന്ന വഴിയിൽ തന്റെ കാമുകിയുടെ വീടിന് മുന്നിലെത്തുന്ന സമയത്തോ ബാത്റൂമിൽ ആരോ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. കാമുകിയായിരിക്കും കുളിക്കുന്നതെന്ന് അവൻ ഉറപ്പുവരുത്തി. ബാത്റൂമിലൂടെ കാമുകിയുടെ കുളി കാണാൻ ഒളിഞ്ഞു നോക്കുന്ന സമയത്തായിരുന്നു അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവന് സംഭവിക്കുന്നതും. അതിനുശേഷം നാട്ടുകാരെ ആകെ അവനെ ആക്രമിക്കുവാനായും തുടങ്ങി. അടുത്ത ദിവസം തന്നെ അശോകയുടെ വീടിന് മുന്നിൽ ഗ്രാമവാസികൾ എല്ലാവരും എത്തിയിട്ട് എങ്ങനെയെങ്കിലും ഇവന്റെ ദേഹത്തെ പ്രേതബാധ ഒഴിക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടതും. അതിനു വേണ്ടിയിട്ട് ഗുരുജി എന്നൊരാളിനെയും കൊണ്ടുവരികയാണ്. ഇവന്റെ ദേഹത്തെ പ്രേതബാധ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമത്തിലുള്ളവരുടെ ജീവൻ ആപത്താണെന്ന് പറഞ്ഞാണ് ഗ്രാമവാസികൾ പ്രശ്നമുണ്ടാക്കുന്നതും. അങ്ങനെ അശോകയുടെ ദേഹത്ത് കയറിയ ആ ഒരു പ്രേതബാധ എന്തായിരുന്നു, അത് വെച്ച് ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. അതൊക്കെ എന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായകനായ അശോകയാണ് കാണിക്കുന്നത്. അശോകയാണെങ്കിലോ അവനെ അമാനുഷിക ശക്തികൾ ആക്രമിക്കുന്നത് പോലെയൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും. എന്നാൽ അടുത്ത ദിവസം തന്നെ അശോകയുടെ മുത്തശ്ശി മരണപ്പെട്ടു പോവുകയാണ്. മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് ആ നാട്ടിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന, ബഹുമാനത്തോടെ എല്ലാവരും രവിയേട്ട എന്ന് വിളിക്കുന്ന രവിയും എത്തുന്നു. അശോകിന്റെ അച്ഛനും രവിയെ നല്ല ബഹുമാനമാണ്. മരണാനന്തര ചടങ്ങുകളൊക്കെ നല്ല രീതിക്ക് നടക്കുന്നു. മരണപ്പെട്ടവർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യവും റെഡിയാക്കുകയാണ്. അശോകയ്ക്കാണെങ്കിലോ ആ നാട്ടിലൊരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അവളും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തും. എന്നാൽ അശോകയാണെങ്കിലോ അവളോടൊന്ന് മിണ്ടുവാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ അവന്റെ മൊബൈൽ നമ്പർ എഴുതി ആ പെൺകുട്ടിക്ക് എടുത്തിട്ടിട്ട് പോകും. അതേസമയമായിരുന്നു ആത്മാക്കൾക്ക് ആഹാരം വിളമ്പി എല്ലാവരും വീടിന് പുറത്തിറങ്ങി വീട് പൂട്ടിയതും. അതേസമയം അശോകയുടെ ഫോൺ റിങ് ചെയ്യും. പക്ഷേ ഫോണാണെങ്കിലും വീടിനകത്തുമായിരുന്നു. ആ പെൺകുട്ടിയാണ് വിളിച്ചതെന്ന് കരുതി അവൻ ഉടനെ തന്നെ കതക് തള്ളി തുറന്ന് അകത്ത് കയറി ഫോൺ എടുക്കുന്നു. പക്ഷേ വിളിച്ചത് കസ്റ്റമർ കെയർ ആയിരുന്നു. സമയം കഴിയാതെ കതക് തള്ളി തുറന്നതിന് അവനെ എല്ലാവരും ഒരുപാട് വഴക്ക് പറയും. രവിയും ഒക്കെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തായാലും വേഗം പോയി തലയിൽ വെള്ളമൊഴുക്കി, ഇല്ല എങ്കിൽ ആത്മാക്കൾ നിന്റെ ദേഹത്ത് കൂടുമെന്നും രവി പറയും. പക്ഷേ ഇതൊന്നും അശോക മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നതും. സത്യത്തിൽ അശോക നമ്പർ എഴുതി കൊടുത്തില്ലേ, അത് ആ പെൺകുട്ടി മൈൻഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ നവീൻ എന്നൊരാളിന്റെ വിവാഹം നടക്കുവാനായി പോവുകയാണ്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അശോകയും കൂട്ടുകാരും ഒക്കെ പോകുന്നുണ്ട്. കൂട്ടുകാരെല്ലാവരും രവിയെ പറ്റി പുകഴ്ത്തിയാണ് സംസാരിക്കുന്നതും. രവിയേട്ടനോട് ആരും തന്നെ ഇതുവരെയും തല്ലുപോലും കൂടിയിട്ടില്ല, എല്ലാവർക്കും നല്ല ബഹുമാനമാണെന്നും പറയുമ്പോൾ രവിയെ ഒന്ന് തല്ലി നോക്കണമെന്ന ആഗ്രഹം അശോകയ്ക്കുണ്ടാകുന്നു. രവിയാണെങ്കിലോ ഇതുവരെയും വിവാഹം ഒന്നും കഴിച്ചിട്ടേയില്ല. നവീനിന്റെ വിവാഹ ചടങ്ങ് രവിയും കൂട്ടരും ആഘോഷമാക്കുകയാണ്. വീട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നു അശോകയും കൂട്ടുകാരും. അതേസമയം തന്നെയായിരുന്നു ശേഷപ്പൻ എന്നൊരാൾ രവിയെ ഫോൺ വിളിക്കുന്നതും. അയാളുടെ വീട്ടിലെ ബാത്റൂമിൽ ആരോ ഒളിഞ്ഞു നോക്കിയത്രേ. ബാത്റൂമില് ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഷീറ്റ് മാറ്റിയാണ് ആരോ നോക്കിയതും. രവിയും കൂട്ടരും ഉടനെ തന്നെ ശേഷപ്പയുടെ വീട്ടിലേക്കും എത്തി. കുളിച്ചുകൊണ്ടിരുന്നതോ അവിടുത്തെ മുത്തശ്ശിയായിരുന്നു. അത് അശോകയ്ക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ വീടാണ്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് രവി പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്നും ശേഷപ്പ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും ഞെട്ടുന്ന ഒരു വാർത്തയായിരുന്നു കേട്ടത്. അശോകയുടെ ദേഹത്താണെങ്കിലോ ബാധ കൂടിയിരിക്കുകയാണ്. തലേ ദിവസം ഒരുപാട് പേരെ ഉപദ്രവിച്ചു അത്രേ. ഒരുവിധം കഷ്ടപ്പെട്ടാണ് എല്ലാവരും കൂടി അശോകയെ പിടിച്ചുകെട്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നതും. ഉറക്കമുണർന്ന അശോകയുടെ ദേഹത്ത് ഭസ്മവും ചന്ദനവും ഒക്കെയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ, തലേ ദിവസം നടന്നു വരുന്ന വഴിയിൽ അശോക തന്റെ കാമുകിയുടെ വീടിന്റെ പരിസരത്തെത്തി. അപ്പോൾ അവരുടെ വീട്ടിലെ കുളിമുറിയിൽ ആരോ കുളിക്കുന്നുണ്ടായിരുന്നു. വീടിനകത്തേക്ക് നോക്കിയപ്പോഴോ കാമുകിയുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കാമുകിയായിരിക്കും കുളിക്കുന്നതെന്ന് കരുതിയിട്ട് ആരും അറിയാതെ ഒളിഞ്ഞു നോക്കുവാനായും ചെല്ലും. എന്നാൽ അപ്പോഴവിടെ നിന്ന് കുളിച്ചതോ കാമുകിയുടെ മുത്തശ്ശിയായിരുന്നു. അവരാണെങ്കിൽ അശോകയെ കണ്ടതും അലറി വിളിക്കുവാനായും തുടങ്ങി. ആ മുത്തശ്ശിക്കാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ്. കണ്ണാടി വെക്കാത്തത് കൊണ്ട് തന്നെ ആളിനെ കൃത്യമായിട്ട് കണ്ടില്ല. മുത്തശ്ശി ബഹളം വെച്ചതും എല്ലാവരും വിവരം അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അശോക അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ആരും അറിയാതെ ഒളിച്ചിരിക്കുന്നു. അതേസമയമായിരുന്നു രവിയും കൂട്ടരും അവിടേക്ക് വരുന്നതും. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നും പോലീസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫിംഗർ പ്രിന്റ് ഒക്കെ പരിശോധിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ആളിനെ കണ്ടെത്താമെന്നും രവിയും കൂട്ടരും പറയുന്നതെല്ലാം ഒളിച്ചിരിക്കുന്ന അശോക കേൾക്കുന്നു. അവന് വല്ലാത്ത പേടിയാകുവാനായും തുടങ്ങി. വീട്ടിലെത്തിയ അശോകയാണെങ്കിലോ എങ്ങനെയെങ്കിലും കുളിമുറി
കുളിമുറിയുടെ പരിസരത്തുള്ള ഫിംഗർ പ്രിന്റ് മായ്ക്കുവാനായും തീരുമാനിച്ച് രാത്രി തന്നെ കുളിമുറിയുടെ പരിസരത്തെത്തി. എന്നിട്ട് ആരും അറിയാതെ ഫിംഗർ പ്രിന്റ് എല്ലാം മായ്ക്കുകയായിരുന്നു. എന്നാൽ അതേ സമയമായിരുന്നു അടുത്ത വീട്ടിലുണ്ടായിരുന്ന ആളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയതും കുളിമുറിയുടെ പരിസരത്ത് നിൽക്കുന്ന ഒരു പുരുഷനെ കാണുന്നു. ഉടനെ തന്നെ ആരാടാ അത് എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ബഹളം വെക്കുന്നു. അയാൾ ബഹളം വെക്കുന്നത് കേട്ട് അശോക അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തതും. എന്നാൽ അശോകയുടെ മുഖമൊന്നും അയാൾ കണ്ടതേയില്ല. അയാളുടെ ബഹളം കേട്ട് കാമുകിയുടെ വീട്ടുകാരെല്ലാവരും ഉണരുന്നു. അതേസമയമായിരുന്നു അശോക ഓടി ഓടി കുറച്ച് ആളുകളുടെ മുന്നിൽ വന്ന് പെടും. അവരാണെങ്കിൽ നീ എന്താടാ ഈ സമയത്ത് ഇങ്ങനെ കിടന്ന് ഓടുന്നത്, നിനക്കെന്താ ബാധ കൂടിയോ എന്ന് ചോദിക്കുന്നു. അവരങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്തെന്നാൽ ആത്മാക്കൾക്ക് ആഹാരം വെച്ച് കൊടുത്ത സമയത്ത് ഇവനാണെങ്കിലോ കഥക് തള്ളി തുറന്ന് കയറിയില്ലേ, അതുകൊണ്ട് തന്നെ ആത്മാക്കളെല്ലാം ദേഹത്ത് കൂടുമെന്നൊക്കെ അവിടെയുള്ളവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അശോകയുടെ ദേഹത്ത് ആത്മാവ് കൂടിയെന്നാണ് അവരെല്ലാവരും കരുതിയത്. ഇത് കേട്ട അശോകയാണെങ്കിലോ ഈ ഒരു കാര്യം മുതലെടുത്താലോ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ അവിടെ കിടന്ന് ആത്മാവ് കൂടിയതുപോലെയൊക്കെ ബഹളമുണ്ടാക്കുന്നു. അവിടെ വന്നവരെയെല്ലാം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു കെട്ടുകയാണ്. ഇനി എന്തായാലും ബാധ കൂടിയതുപോലെയൊക്കെ പെരുമാറാം, ഇല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്ന് അശോക പേടിക്കുന്നു. ആ നാട്ടിൽ തന്നെ ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരാളുണ്ട്, പക്ഷേ അയാൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും കണ്ടെത്തിയിട്ട് എത്രയും വേഗം അശോകയുടെ ദേഹത്തുള്ള ബാധ ഒഴിപ്പിക്കണമെന്നും നാട്ടുകാരെല്ലാവരും കൂടി തീരുമാനിക്കും. ബാധ ഒഴിപ്പിക്കുവാനായിട്ട് ആരെയും തന്നെ കിട്ടിയില്ല. അതേ സമയത്തായിരുന്നു ഈ മരിച്ചുപോയ സ്വാമിയില്ലേ, അയാളുടെ മകനെ കൊണ്ടുവരാമെന്നും അവർ തീരുമാനിക്കുന്നു. എന്നാൽ ആ പ്രസാദ് എന്ന് പറഞ്ഞ പയ്യനാണെങ്കിലോ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അവന് വല്ലാത്ത പേടി. എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് തന്നെ അശോകയുടെ ദേഹത്തുള്ള ബാധ ഒഴിപ്പിക്കുവാനായിട്ടും അവൻ തീരുമാനിച്ച് അവിടേക്ക് എത്തുന്നു. അശോകയുടെ റൂമിൽ പോകുവാൻ തന്നെ അവന് വല്ലാത്ത പേടിയായിരുന്നു. എന്നാൽ റൂം അടച്ചിരുന്ന അശോകയാണെങ്കിലോ ഇതെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അശോകയുടെ ചിരി പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് പ്രേതം ചിരിക്കുന്നത് പോലെയൊക്കെയാണ് അവർക്ക് തോന്നുന്നതും. അങ്ങനെ റൂമിന് പുറത്തെത്തിയ പ്രസാദ് ആണെങ്കിലോ നീ ആരാണ് എന്ന് ചോദിക്കുന്നു. കുറച്ചു ദിവസം മുൻപ് ഒരു പ്രേത സിനിമ കണ്ടതുകൊണ്ട് തന്നെ അതിലെ പ്രേതത്തിന്റെ പേരായ കൽപ്പന എന്ന് അശോക് പറയുന്നു. നീ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന അശോക് ആണെങ്കിലോ ഒരു സ്ഥലത്തേക്ക് കൈ ചൂണ്ടി കാണിക്കും. അത് സോമേശ്വരം എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ സുലോചന ഫ്രം സോമേശ്വരം. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് സോമേശ്വരത്തേക്ക് പോയി സുലോചനയെ കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. അതേ സമയത്തായിരുന്നു രവി അവിടേക്ക് വരുന്നതും. രവിയാണെങ്കിൽ അശോകയ്ക്ക് അടുത്തെത്തിയിട്ട് അവന്റെ തോളിൽ തട്ടി അവനെ സമാധാനിപ്പിക്കും. അതേ സമയത്തായിരുന്നു അശോക് ഒരു കാര്യം ചിന്തിക്കുന്നത്. എന്തെന്നാൽ അവന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടില്ലേ ഇതുവരെയും രവിയെ ആരും തന്നെ തല്ലിയിട്ടേയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മുതലെടുക്കാമെന്നും അശോക് ചിന്തിക്കുന്നു. അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ തന്നെ അശോകയാണെങ്കിൽ രവിയെ തല്ലുകയാണ്. കാരണം എന്തെന്നാൽ അശോകയുടെ ദേഹത്ത് ഒരു സ്ത്രീയുടെ ബാധയാണ് കൂടിയിരിക്കുന്നതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അവസരം മുതലെടുത്താണ് അശോക രവിക്കിട്ടൊന്ന് കൊടുത്തതും. എന്നാൽ രവിക്കാണെങ്കിലോ അശോകയെ തിരിച്ചു തല്ലാനും വയ്യ. അവന്റെ ദേഹത്ത് ബാധ കൂടിയിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ രവി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ അടുത്ത ദിവസം ഈ ഒരു കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായി. എന്നാൽ അതേസമയം തന്നെ കടയിലെത്തിയ രവിയാണെങ്കിലോ ആ കടയിലേക്ക് വന്നൊരു കണ്ണു കാണാത്ത മുത്തശ്ശനാണെങ്കിൽ കടക്കാരനോട് രവിയെ കുറിച്ച് ചോദിക്കുന്നത് കേട്ടു. ആ രവിയില്ലേ അവനേതോ പെണ്ണിനെ കയറി പിടിച്ചെന്നാണല്ലോ പറയുന്നത്, സത്യമാണോ എന്ന് ചോദിക്കും. ഇത് കേട്ട രവിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതും. എങ്ങനെയെങ്കിലും അശോകയുടെ ദേഹത്തെ ആ ഒരു പ്രേതബാധ മാറ്റണമെന്നും രവി തീരുമാനിക്കുന്നു. അത് രവിയുടെ കൂടെ ആവശ്യമായി. അങ്ങനെ രവിയാണെങ്കിലും ഗുരുജി എന്നൊരു മന്ത്രവാദിയെ കൊണ്ടുവരികയാണ്. ഗുരുജി വന്നതും അശോകയ്ക്ക് അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അശോകയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവസാനമായിട്ട് ഗുരുജി പറയുന്നത് ഒരു കാര്യം ചെയ്യാം, ഈ പ്രേതബാധ മാറ്റുന്നതിന് കുറച്ച് മരുന്നുകളുണ്ട്. എല്ലാ ദിവസവും ചേന അരച്ച് കലക്കിയിട്ട് അതുകൊണ്ട് കഷായം ഉണ്ടാക്കി ഇവന് കൊടുക്കണമെന്നും ഗുരുജി ആവശ്യപ്പെട്ടു. അത് കേട്ടതും അശോകൻ ഞെട്ടിപ്പോകും. അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അവൻ ചിന്തിക്കും. അങ്ങനെ അടുത്ത ദിവസം മുതൽ നാട്ടിലുള്ള എല്ലാവരും ചേന പൊഴുതുകൊണ്ടുവന്ന് അത് അരച്ച് കഷായമാക്കിയിട്ട് അവനെ പിടിച്ചു കിടത്തിയാണ് അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നതും. ഇനി ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് അശോക് ചിന്തിക്കും. അവന് ചേന കഷായം കുടിച്ചു മടുത്തു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്ന അശോകയാണെങ്കിലോ നേരെ പൂജാമുറിയിൽ ചെന്നിട്ട് അവിടെ വിളക്ക് കൊളുത്തുകയും ഭസ്മം എടുത്ത് നെറ്റിയിലിടുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി അത് കാണുന്ന അവന്റെ വീട്ടിലുള്ളവരാണെങ്കിലോ അവന്റെ ദേഹത്തെ പ്രേതബാധ പോയി എന്ന് കരുതി എല്ലാവരും സന്തോഷിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ എന്നത്തെയും പോലെ കൂട്ടുകാർക്കൊപ്പം പെയിന്റ് പണിക്ക് പോവുകയാണ് അശോക. പക്ഷേ കൂട്ടുകാരുടെ മനസ്സിലാണെങ്കിൽ അവന്റെ ദേഹത്ത് പ്രേതം കൂടി എന്നുള്ള കാര്യം ഇരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. അതേസമയം തന്നെ അശോക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് രവി വരും. രവിയെ കണ്ടതും പ്രേതബാധയുടെ പേരിൽ താൻ രവിയെ തല്ലിയതൊക്കെ ഓർത്ത് അശോക പൊട്ടിച്ചിരിക്കുന്നു. ഇത്
കാണുന്ന കൂട്ടുകാരനാണെങ്കിലോ അവന്റെ ദേഹത്തെ പ്രേതബാധ മാറിയിട്ടില്ല എന്ന് പേടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അങ്ങനെ അശോക അടുത്ത ദിവസം അടുത്ത വീട്ടിൽ പാല് വാങ്ങാനായി പോയി. പാല് വാങ്ങിയിട്ട് ഇറങ്ങുന്ന സമയം തന്നെ ആ വീട്ടിലെ പശു ചത്തുപോകും. അതോടുകൂടി വീട്ടുകാർ പറയുന്നത് ഇവന്റെ ദേഹത്തെ പ്രേതബാധ പോയില്ല, അതുകൊണ്ടാണ് ഇവൻ വന്നതും ഇവിടുത്തെ പശു ചത്തുപോയതെന്ന്. നടന്നു വരുന്ന വഴിയിൽ ഒരു പയ്യനാണെങ്കിലോ വൈക്കോലിനടുത്ത് നിന്ന് തീപ്പെട്ടി ഒലിച്ച് കളിക്കുന്നത് അവൻ കാണുന്നു. എടാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ആ വൈക്കോല് മുഴുവൻ കത്തിപ്പിടിക്കുമെന്ന് പറയും. ഓടിപ്പോടാ എന്ന് പറഞ്ഞതും തീപ്പെട്ടി കയ്യിൽ കത്തിച്ചു വെച്ചിരിക്കുകയല്ലേ, അതാ വൈക്കോലിൽ എറിഞ്ഞിട്ടാണ് ആ പയ്യൻ പോകുന്നതും. വൈക്കോലാണെങ്കിൽ കത്തിപ്പിടിക്കും. അതേസമയം ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിന്ന് സ്ത്രീ ആണെങ്കിലോ പുറത്തു നിൽക്കുന്ന സമയം അവർ കാണുന്ന കാഴ്ച നമ്മുടെ അശോകയാണെങ്കിൽ വൈക്കോലിലേക്ക് നോക്കിയതും വൈക്കോല് കത്തിപ്പിടിച്ചു എന്നായി. അവരങ്ങനെയാണ് കരുതിയത്. എല്ലാവരും വീണ്ടും അശോകയെ പേടിക്കുവാനായും തുടങ്ങി. ഈ വിവരം നാട്ടിലാകെ അറിഞ്ഞു. അശോകയുടെ ദേഹത്തെ പ്രേതബാധ പോയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഗുരുജിയെ വിളിച്ചു വരുത്തുന്നു. ഗുരുജി വന്ന സമയത്ത് അശോക് പറയുന്നുണ്ട്, എന്റെ ദേഹത്ത് പ്രേതബാധയൊന്നുമില്ല, അത് അപ്പോഴേ ഒഴിഞ്ഞു പോയി. ദേ, ഞാനിപ്പോൾ കുറിയിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ആ ഒരു ആത്മാവിന്റെ അഭിനയമാണ്. നിന്റെ ദേഹത്തു നിന്ന് ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് അത് അഭിനയിക്കുകയായിരുന്നു എന്നും ഗുരുജി പറയുന്നു. അങ്ങനെ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് സുലോചനയെ കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. അതിനുവേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് കുറെ പേർ ഓട്ടോയിൽ ആ ഒരു ഗ്രാമത്തിലേക്കും പോയി. അവിടെ എത്തിയിട്ട് സുലോചനയെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സുലോചനയുണ്ട്, പക്ഷെ ആരും തന്നെ മരണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. അവസാനം ഒരു വീട് കണ്ടെത്തും. ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ വാതിൽ തുറന്നിറങ്ങി വന്നത് ഭാനു എന്നൊരു സ്ത്രീയായിരുന്നു. ആ ഭാനുവിന് ഏകദേശം രവിയുടെ പ്രായം വരും. ഭാനുവിനെ കണ്ടതും രവി ഞെട്ടി നിൽക്കുകയാണ്. ഈ ഭാനുവിന്റെ അമ്മയുടെ പേര് സുലോചന എന്നായിരുന്നു. സുലോചന മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ ഫോട്ടോയും അവിടെയുണ്ട്. ഫോട്ടോയും കണ്ടതും ഉടനെ തന്നെ രവിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. രവിയാണെങ്കിൽ മുൻപ് ആ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. രവി ഉടനെ തന്നെ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നതും. രവി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട് ബാക്കിയുള്ളവരും രവിയുടെ പിന്നാലെ പോയി. എന്തിനാണ് അവരവിടെ വന്നതെന്നൊന്നും ഭാനുവിന് മനസ്സിലാകുന്നതേയില്ല. സത്യത്തിൽ ഈ രവി പണ്ട് ഭാനുവിനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അന്ന് രവി നന്നായിട്ട് മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഭാനുവിനാണെങ്കിലോ നല്ല തടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെലിഞ്ഞ നീ ഈ തടിയുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന് വീട്ടുകാർ ചോദിച്ചത് കൊണ്ടാണ് ആ ഒരു കല്യാണാലോചന നടക്കാതെ പോയതും. അതിനുശേഷം രവിക്കും വിവാഹം നടന്നിട്ടില്ല, ഭാനുവിനും വിവാഹം നടന്നിട്ടില്ല. രണ്ടുപേരും ഇതുവരെയും കല്യാണം കഴിച്ചിട്ടേയില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം നാട്ടിലെത്തിയ രവി ഉടനെ തന്നെ ഗുരുജിയോട് പറയുന്നു. വേറെ ആരോടും ഇത് പറയണ്ട എന്ന് പ്രത്യേകം രവി ഗുരുജിയോട് പറയുന്നുണ്ട്. എന്നാൽ രവിയും കൂട്ടരും എന്തിനാണ് അവരുടെ നാട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം ഭാനു അറിഞ്ഞിരിക്കുന്നു. ഭാനു തന്റെ മാമനെയും കൂട്ടി അശോകയെ കാണുവാനായും എത്തും. തന്റെ അമ്മയുടെ ആത്മാവാണ് കൂടിയിരിക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് ഭാനു എത്തിയതും. ഭാനു അശോകയെ കണ്ടതും വളരെ ഇമോഷണലായൊക്കെ അശോകയോട് സംസാരിക്കും. എന്നാൽ അശോകയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു മട്ടാണ്. അതേസമയം തന്നെ ഭാനുവിന്റെ മാമൻ എല്ലാവരെയും വിരട്ടുന്നുണ്ട്. ദേ, ഈ ഒരു കാര്യവും പറഞ്ഞ് ഇവിടെ നിന്ന് ആരും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരരുത് എന്നൊക്കെ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടാണ് ഭാനുവിനെ കൂട്ടി അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അശോകയുടെ വീട്ടുകാരാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. വീട് പുറത്തു നിന്നും പൂട്ടിയിട്ടാണ് പോകുന്നത്. പ്രേതബാധയുള്ള ഇവൻ വീട്ടിന് പുറത്തെങ്ങാനും ഇറങ്ങി എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന പേടിയാണ് അവർക്ക്. അങ്ങനെ ഉറക്കമുണർന്ന അശോകയാണെങ്കിലും വീട്ടിൽ ആരുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. അവരെല്ലാവരും തന്നെ അകത്തിട്ട് പൂട്ടിയിട്ടാണ് പോയതെന്ന് മനസ്സിലാക്കിയ അശോകയാണെങ്കിലും എങ്ങനെയൊക്കെയോ വീടിന് വെളിയിലിറങ്ങി. അവനെ പുറത്ത് കണ്ടതും ഗ്രാമത്തിലുള്ളവരൊക്കെ പേടിച്ചോടുകയാണ്. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം താൻ ഇതൊക്കെ അഭിനയിച്ചതാണെന്ന് എന്ന് പറയുവാനായി ശ്രമിക്കുമ്പോൾ പോലും ആരും അതൊന്നും കേൾക്കുവാനേ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അശോക് ചിന്തിക്കും. ആദ്യമായിട്ട് തന്നെ പ്രേതബാധ ഒഴിപ്പിക്കുവാൻ വന്ന ഒരാളിലെ ആ പ്രസാദ് അവനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് തീരുമാനിച്ച് പ്രസാദിന്റെ വീട്ടിലേക്കും എത്തി. പക്ഷെ പ്രസാദും അശോകയെ കണ്ടിട്ട് വല്ലാതെ പേടിക്കും. അശോകയെ കണ്ടതും പ്രസാദും അവിടെ നിന്ന് പേടിച്ചോടും. അതിനുശേഷം അശോക നേരെ പോകുന്നത് അവന്റെ കൂട്ടുകാരനടുത്തേക്കാണ്. കൂട്ടുകാരനും അവനെ കണ്ട് പേടിച്ചോടുകയാണ്. ഓരോ ആളുകൾ പോലും അവനെ അടുപ്പിക്കുന്നതേയില്ല. അടുത്ത ദിവസം തന്നെ അശോകയുടെ വീടിന് മുന്നിൽ ആളുകൾ എല്ലാവരും തടിച്ചുകൂടുകയാണ്. അശോക കാരണം എല്ലാവർക്കും പേടിയായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവനെ ഇനി പുറത്തേക്ക് ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് അവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നതും. അതേസമയം തന്നെ ഗുരുജിയും അവിടേക്ക് എത്തുന്നു. ഗുരുജിയോട് എങ്ങനെയെങ്കിലും അവന്റെ ദേഹത്തെ പ്രേതബാധ ഒഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കുന്നതും. പക്ഷെ ഗുരുജിക്കാണെങ്കിൽ അതിൽ വലിയ ഐഡിയ ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഗുരുജി ഒരു കാര്യം പറയും. ഒരു കാര്യം ചെയ്യാം, അശോകയുടെ ദേഹത്തെ പ്രേതബാധ ഒഴിപ്പിക്കണമെങ്കിൽ അശോകയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന സുലോചനയുടെ മകളായിട്ടുള്ള ഭാനു ഇവിടെ വരണം. എങ്കിൽ മാത്രമേ ഇത് വല്ലതും നടക്കൂ എന്നും ഗുരുജിയാണെങ്കിൽ എല്ലാവരോടും പറയുന്നു. പക്ഷേ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഭാനുവിന്റെ ഗ്രാമത്തിലേക്ക് പോകുവാനായിട്ട് പേടിയാണ്. കാര്യം ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ഭാനുവിന്റെ മാമൻ പറഞ്ഞിരുന്നല്ലോ.
അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും പേടി. അതേസമയം എല്ലാവർക്കും ഒരു കാര്യം ഓർമ്മ വരും. അടുത്തിടെ വിവാഹം കഴിഞ്ഞ നവീനിന്റെ അളിയനാണെങ്കിലോ ആ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നതും. നവീനിന്റെ അളിയനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഭാനുവിനെ ഇവിടേക്ക് വരുത്തിക്കുവാനും എല്ലാവരും തീരുമാനിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം ഭാനു അശോകയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഭാനുവിനെ മാറ്റി നിർത്തി ഗുരുജി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എനിക്ക് സത്യത്തിൽ പ്രേതബാധ ഒഴിപ്പിക്കാനൊന്നും അറിയത്തില്ല, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും അശോകയുടെ ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പോകുവാൻ പറയണമെന്ന് ഗുരുജി ഭാനുവിനോട് പറഞ്ഞു. അതനുസരിച്ച് ഭാനു ഉടനെ തന്നെ അശോകയെ കാണുവാനായും എത്തി. ഭാനുവിനെ കണ്ടതും അശോകയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ഭാനുവിനോട് പറയുന്നു. ഞാൻ വെറുതെ അഭിനയിച്ചതാണെന്നൊക്കെ പറയുമ്പോഴും ഭാനു അതൊന്നും വിശ്വസിക്കുവാനായും കൂട്ടാക്കുന്നില്ല. തന്റെ അമ്മയുടെ ആത്മാവ് തന്നെയാണ് അശോകയുടെ ദേഹത്തെന്ന് കരുതിയ ഭാനു തന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ അമ്മയോട് തുറന്നു പറയുന്നു. അമ്മ മരിച്ചതിൽ പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മാമൻ എന്നെ മകളായിട്ടല്ല കണ്ടത്. എന്നെ നോക്കുന്നെന്ന പേരിൽ സ്വീകരിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. മറ്റു രീതിയിലെല്ലാം എന്നെ ഉപയോഗിക്കും. ഓരോ ദിവസം രാത്രിയും കള്ളും കുടിച്ചുകൊണ്ട് വന്ന് എന്നെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ പേടിച്ചാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നതും എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ടുന്ന അശോകയുടെയും കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങളാണല്ലോ അവർ തുറന്നു പറയുന്നതും. അശോകയ്ക്കും വല്ലാത്ത സങ്കടമായി. അങ്ങനെ ഗുരുജിയാണെങ്കിലോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തെന്നാൽ ഇതുപോലെ എല്ലാ ദിവസവും ഭാനു വന്ന് അശോകയോട് സംസാരിക്കണം. മാത്രവുമല്ല എന്താണ് അമ്മയുടെ ആവശ്യമെന്ന് കണ്ടുപിടിക്കണം. ആവശ്യം നിറവേറ്റി കൊടുത്താൽ ഉറപ്പായിട്ടും ഭാനുവിന്റെ അമ്മയുടെ ആത്മാവ് അശോകയുടെ ദേഹത്ത് നിന്ന് പോകുമെന്നും ഗുരുജി പറയുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഭാനു ഇതുപോലെ വന്ന് സംസാരിക്കണമെന്നും ഗുരുജി പറയും. അങ്ങനെ അന്നേ ദിവസം പോകുവാനായി ഇറങ്ങുന്ന ഭാനുവിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുവാനായിട്ട് പോകുന്നത് രവിയായിരുന്നു. രവിയുടെ സ്കൂട്ടറിലാണ് ഭാനു പോകുന്നതും. അങ്ങനെ ദിവസവും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും രവിയുടെ സ്കൂട്ടറിൽ തന്നെയാണ് ഭാനു വരുന്നതും പോകുന്നതുമെല്ലാം. അതിനിടയിൽ വെച്ച് രണ്ടുപേർക്കുമിടയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ഭാനുവിന്റെ മനസ്സിലും രവിയുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി തന്നെ ഭാനുവാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അശോകയുടെ വീട്ടിലേക്ക് ഓടി വരും. എന്നിട്ട് അശോകയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. തന്റെ അമ്മയാണ് അശോകയുടെ ദേഹത്തു നിന്നാണല്ലോ ഭാനു കരുതിയിരിക്കുന്നതും. കാരണം എന്തെന്നാൽ അന്നേ ദിവസം രാത്രി തന്നെ അവളുടെ മാമനാണെങ്കിലോ മദ്യപിച്ചുകൊണ്ട് അവളെ ഉപദ്രവിക്കുവാനായി എത്തി. മാമനെ പേടിച്ച് എല്ലാ ദിവസവും വാതിലിനടുത്തായിട്ട് കുറെ പെട്ടിയൊക്കെ പറക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. എന്നാൽ അന്നേ ദിവസം മാമനാണെങ്കിലോ ഓടിളക്കിയാണ് അകത്തേക്ക് വന്നതും. ഭാനുവിനെ ഉപദ്രവിക്കുവാനായി ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്നിരിക്കുകയാണ് ഭാനു. ഇതെല്ലാം കേട്ടിട്ട് അശോകയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അശോക ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഭാനുവിനെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ട് നേരെ പോകുന്നത് രവിയുടെ വീട്ടിലേക്കാണ്. രവിയോട് വണ്ടിയുടെ ചാവി ചോദിക്കുന്നു. എന്നാൽ രവിക്കാണെങ്കിലോ വല്ലാത്ത പേടി. ഭാനുവിന്റെ അമ്മയാണോ വന്നിരിക്കുന്നത് എന്ന് പേടിച്ച് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങാതെ ജനൽ വഴി ചാവി പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രവിയുടെ സ്കൂട്ടറിലാണ് ഭാനുവിനെ കൊണ്ടാക്കുവാനായിട്ട് അശോക ഭാനുവിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നതും. അവിടെ ചെന്ന സമയത്ത് ഭാനുവിന്റെ വീട്ടിനകത്ത് മദ്യപിച്ച് ബോധം കെട്ട് ഭാനുവിന്റെ മാമൻ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അശോകയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരും ഞെട്ടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്തെന്നാൽ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അശോക മറ്റൊരു രൂപത്തിലായിരുന്നു. സാരിയൊക്കെ ചുറ്റി മുഖത്താസകലം മഞ്ഞളൊക്കെ തേച്ച് ചുവന്ന വലിയ വട്ടപ്പൊട്ടൊക്കെ ഇട്ടാണ് അവൻ ഇറങ്ങി വരുന്നതും. അത് കണ്ട് എല്ലാവരും പേടിക്കുന്നു. ഭാനുവിന്റെ അമ്മയുടെ ആത്മാവ് അവന്റെ ദേഹത്ത് യഥാർത്ഥത്തിൽ കൂടിയതുപോലെയാണ് അവൻ പ്രവർത്തിക്കുന്നതും. സത്യത്തിൽ എങ്ങനെയെങ്കിലും ഭാനുവിനെ രക്ഷിക്കണം, അതായിരുന്നു അശോകയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ തലേ ദിവസം കൊണ്ടുവന്ന രവിയുടെ സ്കൂട്ടറും എടുത്തുകൊണ്ട് നേരെ പോകുന്നത് ഭാനുവിന്റെ ഗ്രാമത്തിലേക്കാണ്. അതേസമയം തന്നെ വീട്ടിനകത്ത് നിൽക്കുന്ന ഭാനുവിനെ പുറത്തു നിന്നുകൊണ്ട് അവളുടെ മാമി വല്ലാതെ ചീത്ത വിളിക്കുന്നുണ്ട്. നീ എന്റെ ഭർത്താവിനെ വശീകരിച്ച് വെച്ചിരിക്കുകയല്ലേടി എന്നൊക്കെ ചോദിച്ചാണ് ബഹളമുണ്ടാക്കുന്നതും. അതേ സമയത്തായിരുന്നു സാരിയൊക്കെ ചുറ്റി സ്കൂട്ടറിൽ അശോക അവിടേക്ക് വരുന്നതും. ഭാനുവിന്റെ വീട്ടിലേക്ക് എത്തിയ അശോക പ്രേതങ്ങളെ പോലെ പെരുമാറുന്നു. അത് കണ്ട് പേടിച്ച് അവളുടെ മാമിയാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകും. എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് മാമനിട്ട് കുറേ കൊടുക്കും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തേങ്ങ എടുത്ത് മാമന്റെ തലയിൽ അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം ഭാനുവിനോട് സാധനങ്ങളെല്ലാം എടുത്തു പോയി നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറയും. അമ്മയാണ് പറയുന്നതെന്ന് കരുതി ഉടനെ തന്നെ ഭാനു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള കുറേ ആളുകൾ അവിടേക്ക് വരുന്നു. കുറേ പുരുഷന്മാരാണ്. ഇതേ പുരുഷന്മാരാണെങ്കിൽ ഭാനു വിവാഹമൊന്നും കഴിക്കാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാനുവിനെ ഈ മാമൻ ടോർച്ചർ ചെയ്യും പോലെ ടോർച്ചർ ചെയ്യുവാനൊക്കെ ശ്രമിച്ചിരുന്നു.
എത്തുന്നു. അതേ ആൾക്കാർ തന്നെയാണ് ഭാനുവിനെ തടയുവാനായും എത്തിയിരിക്കുന്നത്. എന്നാൽ അശോകയാണെങ്കിലോ ഭാനുവിന്റെ അമ്മയുടെ ആത്മാവ് കൂടിയതുപോലെ അവരോടും പെരുമാറുകയാണ്. അവരെ എല്ലാവരെയും തല്ലുവാനായി നോക്കും. എന്നാൽ അശോക ഒരാളല്ലേ, അവരൊരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അശോകയെ തല്ലിച്ചതയ്ക്കും. അതേസമയമായിരുന്നു രവിയും കൂട്ടരും അവിടേക്ക് വരുന്നത്. അശോകയെ ആ ഗ്രാമവാസികൾ തല്ലിച്ചതയ്ക്കുന്നത് അവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എല്ലാവർക്കും പേടിയാണ് ആ ഗ്രാമവാസികളെ. അതേ സമയത്തായിരുന്നു അതിലൊരുത്തൻ പോയി ഭാനുവിനെ തല്ലുന്നതും. ഭാനുവിനെ അവർ തല്ലിയത് രവിക്ക് സഹിച്ചില്ല. രവി ഉടനെ തന്നെ തല്ലിയവന്മാർക്കിട്ട് ഒരുപാട് കൊടുക്കുന്നു. അങ്ങനെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. രണ്ട് ഗ്രാമങ്ങളും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നതും. അവസാനം രവി ഒരു കാര്യം പറയും. നിങ്ങളാരും വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. ഭാനുവിന്റെ അമ്മയുടെ ആത്മാവ് ഈ പയ്യന്റെ ദേഹത്ത് കൂടിയിരിക്കുകയാ. അവർക്ക് എന്തോ ആഗ്രഹം നിറവേറ്റാനുണ്ട്. അത് നിറവേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഈ പയ്യന്റെ ദേഹത്ത് നിന്നും അവരൊഴിഞ്ഞു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം രവി പറയുന്നു. രവി ആ പറഞ്ഞതിന് ശേഷം പിന്നീട് ആരും തന്നെ അവരെ തടയുവാനായി നോക്കിയില്ല, പ്രതികരിക്കുവാനായും ശ്രമിച്ചില്ല. അങ്ങനെ അശോകയും രവിയും രവിയുടെ കൂട്ടുകാരും ചേർന്ന് ഭാനുവിനെ അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നാൽ ഭാനുവിനെ എവിടെ താമസിപ്പിക്കും? ഭാനു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഭാനുവിനെ എന്ത് ചെയ്യുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതേസമയം ഗ്രാമത്തിലുള്ള മറ്റുള്ളവർ ഒരു അഭിപ്രായം പറയുന്നു. സഞ്ജീവൻ എന്ന ഒരാളുണ്ട്. അയാളാണെങ്കിലോ ഇതുവരെയും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. രവിയെ പോലെ തന്നെയാ. സഞ്ജീവനെ കൊണ്ട് നമുക്ക് ഭാനുവിനെ കെട്ടിച്ചാലോ എന്നൊരു ആലോചന വരുന്നു. എന്നാൽ ഈ സഞ്ജീവനാണെങ്കിൽ നല്ല പ്രായമുള്ള ആളാണ്. ഭാനുവിനാണെങ്കിലോ സഞ്ജീവനെ വിവാഹം കഴിക്കുന്നതിന് ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. ഭാനുവിന്റെ മനസ്സ് മുഴുവൻ എങ്ങനെയെങ്കിലും രവിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. പക്ഷെ ആരും തന്നെ അക്കാര്യവും പറയുന്നില്ല. രവിയും അത് പറയുന്നതേയില്ല. സഞ്ജീവനെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് എല്ലാവരും നിർബന്ധിക്കും. എന്നാൽ രവിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേട്ട് ദേഷ്യം വന്ന രവി താൻ ഭാനുവിനെ കല്യാണം കഴിക്കാമെന്ന് പറയും. അത് കേട്ട് ഗ്രാമവാസികളെല്ലാം നേരെ നോക്കുന്നത് അശോകയുടെ മുഖത്തേക്കായിരുന്നു. അശോകയ്ക്ക് സന്തോഷമാകുന്നുവെങ്കിൽ ഭാനുവിന്റെ അമ്മയ്ക്കും സന്തോഷമായി എന്നാണല്ലോ അർത്ഥം. അശോകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. അതോടുകൂടി ഭാനുവിന്റെ അമ്മയ്ക്കും സന്തോഷമായി എന്ന് ഉറപ്പുവരുത്തിയിട്ട് എല്ലാവരും രവിയുടെയും ഭാനുവിന്റെയും കല്യാണം നടത്തുന്നു. അങ്ങനെ അവരുടെ വിവാഹവും കഴിഞ്ഞു. അടുത്ത ദിവസം സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിലും വന്നിട്ട് തിരികെ പോവുകയാണ് ഭാനുവും രവിയും. ഗ്രാമവാസികൾ കരുതുന്നത് ഭാനുവിന്റെ അമ്മയുടെ ആഗ്രഹം നിറവേറിയത് കൊണ്ട് തന്നെ അശോകയുടെ ദേഹത്ത് നിന്നും ഭാനുവിന്റെ അമ്മയുടെ ആത്മാവ് പോയി എന്നാണ്. അവനാണെങ്കിൽ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തില്ലല്ലോ. അങ്ങനെ പഴയതുപോലെ തന്നെ അശോക തന്റെ കൂട്ടുകാർക്കൊപ്പം പോവുകയായിരുന്നു. കൂട്ടുകാരിൽ ഒരാളാണെങ്കിലോ അശോക കടം വാങ്ങിയ പൈസ തിരികെ ചോദിക്കും. അത് കേട്ട് അശോകയാണെങ്കിൽ വീണ്ടും പഴയ ട്രിക്ക് തന്നെ പ്രയോഗിക്കും. അവന്റെ ദേഹത്ത് പ്രേതബാധ കൂടിയതുപോലെ. അത് കണ്ടതും ഉടനെ തന്നെ കൂട്ടുകാരെല്ലാവരും അവനടുത്ത് നിന്നും ഓടി രക്ഷപ്പെടും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.